عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. ചില മഹത്തുക്കളുടെ ഇഷ്ഖ്, നബി സ്നേഹം, ആ മഹബ്ബത്ത്, അത് നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. അത് അവരുടെ നാവിലൂടെ, ഹൃദയത്തിലൂടെ, മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. കണ്ടില്ലേ, നമ്മുടെ മലയാളിയായ ഉമർ ഖാദി റഹിമഹുല്ലാ വിശുദ്ധ റൗളയിലെത്തി കാവ്യങ്ങൾ ചെല്ലുകയാണ്. മുത്തുനബിയുടെ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ കണ്ണുനീരുകൾ വറ്റുന്നില്ല നബിയെ, കവിൾത്തടത്തിലൂടെ അത് ഒഴുകുന്ന നബിയെ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമീപത്ത് വന്ന അതിഥിയെ സ്വീകരിച്ചതൊക്കെ ചരിത്രത്തിൽ സുവിദിതമാണല്ലോ. മഹാനായ ഷെയ്ഖ് റിഫാഇ തങ്ങൾ പറഞ്ഞല്ലോ, പലപ്പോഴും എൻ്റെ ആത്മാവാണ് ഇവിടെ വരുന്നത്. ഇതാ ഇന്ന് റിഫാഇ ഇവിടെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരനായ കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അല്ലാ ഒരു വേള റൗളാ ഷരീഫ് ഈ വിനീതൻ നേരിൽ കണ്ടതാണ്. പരിശുദ്ധമായ മദീന പള്ളിയുടെ മുറ്റത്ത് റൗളയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു രംഗം. അതെ, ആ മഹാനുഭവൻ രചിച്ച മീലാദ് വന്നെത്തി, സന്തോഷം വന്നെത്തി, വാഹന്റെ കുബ്ബത്തിൽ ഖദറായി, പ്രശസ്തമായ ഈ കവിത ഇന്ന് അനേകായിരങ്ങളുടെ നാവിലൂടെ ഇപ്പോഴും ഒഴുകി നടക്കുകയല്ലേ. അതാ രണ്ടുവേള അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സവിധത്തിലെത്താൻ സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. ലോകപ്രശസ്തമായ ബുർദ ഇന്ന് ലക്ഷങ്ങളെല്ലാം കോടിക്കണക്കിന് ജനങ്ങളുടെ നാവിലൂടെ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ഇന്നും അത് നിറഞ്ഞു നിൽക്കുകയാണ്. അറബ് ലോകത്തും മുസ്ലിം രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലും ഒക്കെ. ബുർദയുടെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മഹാനവറുടെ ഒരു അസുഖത്തിൻ്റെ ചരിത്ര വർത്തമാനം കൂടി നമ്മുടെ മുന്നിലെത്തുകയാണ്. വളരെ ഗുരുതരമായ അസുഖമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് രചിക്കാൻ തീരുമാനിച്ചു. അതെ, മഹാനവറുകൾ പിന്നീട് സ്വപ്നം കാണുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഹാദിറായി എത്തി, അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ശരീരം തടവി കൊടുക്കുന്നു, അസുഖങ്ങൾ മാറുന്നു. മഹാനവറുകൾ രചിച്ച ബുർദയുടെ ഏടുമായി ഇതാ പുറത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു സാലിഹായ ഒരു ഭക്തനായ മനുഷ്യൻ ആ ഏടൊന്ന് കാണിച്ചു തരണം. ഈ കാവ്യ രചയിതാവിന് അത്ഭുതം, ഇതെങ്ങനെ അറിഞ്ഞു? അതെ, അദ്ദേഹം പറഞ്ഞത്രേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അങ്ങത് പാടിക്കൊടുത്തതും മുത്തുനബി സന്തോഷം പ്രകടിപ്പിച്ചതുമൊക്കെ ഞാൻ മനാമിൽ കാണുകയുണ്ടായി. ഇതാണ് സ്നേഹം പൂത്തുലഞ്ഞ മഹാരഥന്മാരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഈമാനിൻ്റെ ഒരു ഭാഗവുമാണ്. മാത്രവുമല്ല, ഈ സ്നേഹപ്രകടനം വരുന്നത് ഒന്ന് അല്ലാഹുവിനുള്ള ശുക്ർ തന്നെയാണ്, നന്ദി. എന്താണ് അല്ലാഹു നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു കിട്ടി. അതെ, ആ ബഅസത്ത്, ആ നിയോഗം, അത് തന്നെയാണല്ലോ വലിയ അനുഗ്രഹം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, പ്രവാചകരെ ലോകത്തിന് റഹ്മത്തായിക്കൊണ്ടാണ് അങ്ങേ നിയോഗിച്ചത്. അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, അന്നല്ലാഹ ജഅല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ലിൽ ആലമീൻ അർസല റഹ്മത്തൻ ലഹും കുല്ലിഹിം, എല്ലാവർക്കും റഹ്മത്തായിക്കൊണ്ട് അയച്ചത്. അപ്പോൾ ഫമൻ ഖബല ഹാദി റഹ്മത്ത വശക്കറ ഹാദി നിഅമ, ഈ റഹ്മത്തിനാരെയും സ്വീകരിച്ചു, ഈ നിഅമത്ത് അനുഗ്രഹത്തിനാരെയും ശുക്ർ ചെയ്താൽ സഅദ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ രക്ഷപ്പെട്ടു. അമൻ റദ്ദഹ വജഹദ, ഇതിനെ തട്ടിക്കളഞ്ഞു, നിഷേധിക്കുകയാണോ, ഖസ്റ ദുനിയ വൽ ആഖിറ, എല്ലായിടങ്ങളിലും പരാജയമായിരിക്കും. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പടച്ചതമ്പുരാൻ അയച്ചത്, നിയോഗിച്ചത്, അത് ലോകത്തിനൊക്കെ അനുഗ്രഹമാണ്. ആ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാം ശുക്ർ പ്രകടിപ്പിക്കണമല്ലോ.
അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ആ ശുക്രിൻ്റെ പ്രകടനം പല വിധത്തിലാകാം, പ്രവൃത്തിയിലുണ്ട്, വാക്കിലുണ്ട്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ധാരാളമായി പ്രകീർത്തിക്കുന്നു. അപ്പോൾ അത് ആ ശുക്രിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ട് തന്നെ, നന്ദിയുടെ ഒരു ഭാഗമായിക്കൊണ്ട്, ഒപ്പം ഈമാനിൻ്റെ ഒരു പ്രകടനമായിക്കൊണ്ട് മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ ആഹ്ലാദം ആനന്ദം പ്രകടിപ്പിച്ചത് ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ പ്രസ്താവ്യമാണല്ലോ അല്ലേ. അതിലൊക്കെ ദഫ് മുട്ടിയ കാര്യങ്ങൾ പോലും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാണ്. അപ്പോൾ ഈമാൻ ഉള്ളവർ ഈ അനുഗ്രഹത്തെ എല്ലാ സമയങ്ങളും, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം അവിടുത്തെ ജന്മമാസമാണല്ലോ. റബീഉൽ അവ്വൽ 12-നാണല്ലോ ജനനം. ആ ദിവസത്തെയും മാസത്തെയും ചില മഹാന്മാർ ആ ദിവസം ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വലിന് തന്നെ പ്രത്യേകതയും മഹാത്മ്യവും കൽപ്പിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ 12-ന് അന്ന് കൂടുതൽ അവിടുത്തെ മദ്ഹുകളും മൗലിദുകളും പ്രകടിപ്പിക്കുക എന്നത് ലോക വിശ്വാസികൾ താമസിക്കുന്ന ഇടങ്ങളിലെ എല്ലാ ദിക്കുകളിലെയും മുൻകാല ചരിത്രങ്ങൾ പരിധിയാൽ നമുക്ക് വായിക്കാൻ കഴിയും, നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വഖാല ഹസൻ ബസീർ റളിയല്ലാഹു അൻഹു, താബികൾ പ്രമുഖനാണല്ലോ ഹസൻ ബസീർ തങ്ങൾ, മഹാനവറുകൾ പറഞ്ഞു, വദിത്തു ലൗ കാന ലി മിസ്ല ജബലി ഉഹദിൻ ദഹബൻ ഫഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉഹദ് പർവ്വതത്തിൽ സമാനമായി എനിക്കെങ്ങാനും സ്വർണം ലഭിച്ചാൽ ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ താല്പര്യം കാണിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ, മൻ ജമഅ മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാന വഹയ്യ തഅമ വഹല മകാന വഅമില ഇഹ്സാന വസാര സബൻ ലിഖിറാഅതിഹി ബഅസഹു അല്ലാഹു യൗമൽ ഖിയാമ മഅ സിദ്ദീഖിൻ വശുഹദാഇ വസ്സാലിഹീൻ വയകുനു ഫി ജന്നാത്തിൻ നഈം. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നടത്തുക, മദ്ഹ് പ്രകീർത്തനത്തിന്, അതിനെ കുറേ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം തയ്യാറാക്കി, പ്രത്യേക വേദിയൊക്കെ തയ്യാറാക്കി, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ ഇതെല്ലാം ഒരു നിദാനമായി മാറി. എന്നാൽ ഈ വ്യക്തിയെ അല്ലാഹു തആല സിദ്ദീഖീങ്ങൾ, ശുഹദാ, മഹത്തുക്കൾ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഇതെല്ലാം നരകത്തിലേക്കുള്ള ഒരു പാത എന്നല്ല അവർ വിവരിച്ചത്, പിന്നെയോ സ്വർഗപ്രവേശനത്തിന് ഇത് സാധ്യമാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പോലെയുള്ള ഒരുപാട് മഹാന്മാർ, ഏതൊരു വീട് ഔ മസ്ജിദ് ഔ മഹല്ല, അങ്ങനെ ഇവിടെയെല്ലാം ഖുരിഅ ഫീ മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഇല്ലാ ഹഫത്തിൽ മലായിക, പള്ളിയിലോ സ്ഥലങ്ങളിലോ വീടുകളിലൊക്കെ മൗലിദ് നടത്തിയാൽ അവിടെ മലക്കുകൾ വന്ന് പൊതിയും എന്നതാണ്. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ വറുദ്വാൻ, അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും, അവരെ അനുഗ്രഹിക്കും എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ഒരു വാക്കിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണ് മൗലിദ്, ആഹ്ലാദ പ്രകടനം. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം, അള്ളാഹു നിർവഹിക്കുന്നു, മലക്കുകളും നിർവഹിക്കുന്നു, അതുകൊണ്ട് ചെല്ലണം. യഥാർത്ഥത്തിൽ ഈ സലാത്തും ഒരു പ്രകീർത്തനമാണല്ലോ, ഒരു പ്രശംസയാണല്ലോ. ഒപ്പം സലാത്തിലൂടെയൊക്കെ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യം, അവസരോചിതം ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കൽ നല്ലതാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സലാത്തുമായി ബന്ധപ്പെട്ട ഒരു വിവരണത്തിൽ കാണാം, പരിശുദ്ധ ഖുർആനിൽ വാക്കുണ്ടല്ലോ, ഇദാ ഹയ്യത്തും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ, നിങ്ങൾക്കൊരു സമ്മാനം ലഭിച്ചാൽ അതിന് ബദലായി നല്ല മെച്ചപ്പെട്ടൊരു സമ്മാനം അങ്ങോട്ട് കൊടുക്കണം. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്ന സമ്മാനങ്ങളാണല്ലോ സലാത്ത്, അത് റഹ്മത്തിന് വേണ്ടി തേട്ടമാണല്ലോ. അപ്പോൾ വജബ ബിമുഖ്തള ഖൗലി ഫഹയ്യു ബിഅഹ്സന മിൻഹാ, ഹയ്യു ബിഅഹ്സന മിൻഹാ, നല്ല സമ്മാനം തിരിച്ചു നൽകണമെന്ന് അല്ലാഹ് പറഞ്ഞത്. ആ നിലയ്ക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടുന്ന സമ്മാനം എന്താണ്? തിരിച്ച് അയ്യഫല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിത്ലഹു വഹുവ അയ്യത്റബി കുല്ലി മുസ്ലിമീൻ അർറഹ്മത മിൻ അല്ലാഹ്. അതെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഗുണത്തിനും രക്ഷയ്ക്കും ഒക്കെയായി റഹ്മത്ത് കൊണ്ട് പ്രവാചകൻ ദുആ ചെയ്യും. അപ്പോൾ
സ്വലാത്തുകൾ നമ്മൾ പതിവായി ചെല്ലുന്നവരാണ്, ധാരാളം ചൊല്ലണം. റബീഉൽ അവ്വലാകുമ്പോൾ നബി കീർത്തനങ്ങൾ ഒക്കെ ധാരാളം ഇങ്ങനെ ചെല്ലുമല്ലോ. അത് പൂർവികരായ മുഅ്മിനീങ്ങൾ, ഇങ്ങ് താബീങ്ങൾ, താബീങ്ങൾ തുടങ്ങി നമ്മുടെ അഖ്താബ്, അബ്ദാൽ, ഔലിയാക്കൾ, ഇവരൊക്കെ ചരിത്രത്തിൽ ഈ മഹബത്തും ഇഷ്കും നിറഞ്ഞു നിന്ന് അതിലവർ ആവേശം കണ്ടെത്തിയത് കാണാൻ കഴിയുന്നുവെങ്കിൽ ആഗതമാകുന്ന 1500 മീലാദ് വേളയെ കൂടുതൽ നന്മകളാലും പ്രകീർത്തനങ്ങളാലും നമുക്ക് ധന്യമാക്കാം. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ